അമേരിക്കയിൽ ട്രംപ് ഭരണകൂടം രണ്ടാം തവണ അധികാരത്തിലെത്തി ഒരു വർഷം പിന്നിടുമ്പോൾ രാജ്യം സാമ്പത്തികമായി വലിയൊരു പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. കുടിയേറ്റക്കാരെ ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന കർശന നിയമങ്ങൾ വെറും നാടുകടത്തലുകളിൽ മാത്രം ഒതുങ്ങുന്നില്ല. അത് അമേരിക്കയുടെ പട്ടിണിയിലേക്കും ബിസിനസ്സുകളുടെ തകർച്ചയിലേക്കും വഴിമാറുകയാണ്. 2026 തുടക്കത്തിൽ അമേരിക്കൻ വിപണിയിൽ നിന്ന് പുറത്തുവരുന്ന കണക്കുകൾ ഒട്ടും ശുഭകരമല്ല. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? കുടിയേറ്റ വിരുദ്ധ നടപടികൾ ഏറ്റവും കഠിനമായി ബാധിച്ചത് അമേരിക്കയുടെ തൊഴിൽ വിപണിയെയാണ്. റെയ്ഡുകളും നാടുകടത്തലുകളും ഭയന്ന ലക്ഷക്കണക്കിന് തൊഴിലാളികളാണ് ജോലിക്ക് വരാതിരിക്കുന്നത്. യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയുടെ പഠനമനുസരിച്ച് കുടിയേറ്റക്കാർ കൂടുതലുള്ള കാലിഫോർണിയ പോലുള്ള സംസ്ഥാനങ്ങളിൽ സ്വകാര്യ മേഖലയിലെ തൊഴിൽ ലഭ്യതയിൽ 2.9% കുറവാണ് രേഖപ്പെടുത്തിയത്. വാഷിംഗ്ടൺ DC-യിലും സമാനമായ അവസ്ഥയാണ്. ചുരുക്കത്തിൽ കോവിഡ് മഹാമാരിയുടെ തുടക്കത്തിലുണ്ടായ അത്രയും വലിയൊരു തൊഴിൽ പ്രതിസന്ധിയിലേക്കാണ് അമേരിക്ക ഇപ്പോൾ നീങ്ങുന്നത്. ഇതൊരു സാധാരണക്കാരൻ്റെ പ്രശ്നം മാത്രമല്ല, വൻകിട ബിസിനസ് ഗ്രൂപ്പുകളെയും ഇത് ഭയപ്പെടുത്തുന്നുണ്ട്. 1700-ലധികം CEO-മാർ അടങ്ങുന്ന അമേരിക്കൻ ബിസിനസ് ഇമിഗ്രേഷൻ കോയലീഷൻ ഭരണകൂടത്തിന് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. രാജ്യത്ത് നിലവിൽ 8 ലക്ഷം തൊഴിൽ ഒഴിവുകളുണ്ട്. കൃഷിമേഖലയിൽ 45%, നിർമ്മാണ മേഖലയിൽ 14% തൊഴിലാളികൾ കുറഞ്ഞു. പാലുൽപാദനം, മാംസ സംസ്കരണം, നഴ്സിംഗ് ഹോമുകൾ എന്നിവയെല്ലാം ജീവനക്കാരില്ലാതെ പൂട്ടേണ്ടി വരുന്ന അവസ്ഥയിലാണ്. ഇത് നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിന് കാരണമാകുന്നുണ്ട്. കുടിയേറ്റക്കാർ അമേരിക്കക്ക് ഭാരമാണെന്ന വാദത്തെ കണക്കുകൾ തിരുത്തുകയാണ്. 2022 മാത്രം രേഖകളില്ലാത്ത കുടിയേറ്റക്കാർ $46.8 ബില്യൺ ഫെഡറൽ നികുതിയായി അടച്ചത്. സോഷ്യൽ സെക്യൂരിറ്റിക്കും മെഡിക്കെയറിനുമായി അവർ നൽകുന്ന കോടിക്കണക്കിന് ഡോളർ തിരികെ ലഭിക്കാത്തവയാണ്. അവർ നാടുകടത്തപ്പെടുമ്പോൾ അമേരിക്കൻ സമ്പദ്വ്യവസ്ഥയ്ക്ക് നഷ്ടമാകുന്നത് ഏകദേശം $1.7 ട്രില്യൺ. കൂടാതെ ജനുവരി 1 മുതൽ വിദേശത്തേക്ക് പണമയക്കുന്നതിന് ഏർപ്പെടുത്തിയ 1% നികുതി സാധാരണക്കാരുടെ വാങ്ങൽ ശേഷിയെയും ബാധിക്കുകയാണ്. സാമ്പത്തികത്തിനപ്പുറം ഇതൊരു വലിയ മാനുഷിക ദുരന്തം കൂടിയാണ്. കുടുംബത്തിലെ പ്രധാന വരുമാനക്കാരൻ നാടുകടത്തപ്പെടുമ്പോൾ പട്ടിണിയിലാകുന്ന കുടുംബങ്ങൾ ഭക്ഷണം വാങ്ങാൻ പോലും GoFundMe പോലുള്ള പ്ലാറ്റ്ഫോമുകളെ ആശ്രയിക്കുന്നുണ്ട്. ഇത്തരത്തിൽ സഹായം തേടുന്നവരുടെ എണ്ണത്തിൽ ഈ വർഷം 20% വർധനമാണ് ഉണ്ടായത്. 50 വർഷത്തിന് ശേഷം ആദ്യമായി അമേരിക്കയിൽ കുടിയേറ്റ തൊഴിലാളികളുടെ എണ്ണം കുറയുകയാണ്. പ്യൂ റിസർച്ച് സെന്ററിന്റെ കണക്കനുസരിച്ച് 2025 ജനുവരിയിൽ അമേരിക്കയിൽ 53.3 ദശലക്ഷം കുടിയേറ്റക്കാർ താമസിച്ചിരുന്നു. ഇത് രാജ്യത്തെ ജനസംഖ്യയുടെ ഏകദേശം 16%. ജൂൺ ആയപ്പോഴേക്കും രാജ്യത്തെ കുടിയേറ്റ ജനസംഖ്യ 1 ദശലക്ഷത്തിൽ അധികം കുറഞ്ഞത് 51.9 ദശലക്ഷമായി. ഈ കുറവ് തുടർന്നും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തൊഴിലാളികളുടെ പ്രായം കുടിയേറ്റക്കാർക്ക് അനുകൂലമായ ഒരു ഘടകമായ വിപണിക്ക് ഇത് നല്ല വാർത്തയല്ല. ഇത് ട്രംപിന് വോട്ട് ചെയ്ത സാധാരണക്കാരുടെ സാമ്പത്തിക നില മെച്ചപ്പെടുത്തുമോ അതോ രാജ്യത്തെ വലിയൊരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് തള്ളിവിടുമോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. വരും മാസങ്ങളിൽ ഇതിന്റെ ഫലങ്ങൾ കൂടുതൽ വ്യക്തമാകും. ചുരുക്കത്തിൽ അമേരിക്കൻ കുടിയേറ്റ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഒരു വശത്ത് വിദഗ്ധ തൊഴിലാളികൾ ആശ്രയിക്കുന്ന H-1B വിസകൾ പൂർണ്ണമായും നിർത്തലാക്കാനുള്ള നിയമനിർമ്മാണ നീക്കങ്ങൾ നടക്കുന്നു. മറുവശത്ത് പരമ്പരാഗത രീതികളിൽ നിന്ന് മാറി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർക്കും ക്രിയേറ്റർമാർക്കും പ്രാധാന്യം നൽകുന്ന രീതിയിലേക്ക് വിസ മാനദണ്ഡങ്ങൾ മാറുന്നു. എന്നാൽ ഈ കടുപ്പമേറിയ നയങ്ങൾ അമേരിക്കൻ സമ്പദ്വ്യവസ്ഥയിൽ ഏൽപ്പിക്കുന്ന ആഘാതം ചെറുതല്ല എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. ലക്ഷക്കണക്കിന് തൊഴിലൊഴിവുകൾ നികത്താനില്ലാതെ ബിസിനസ്സുകൾ പൂട്ടുന്നതും കൃഷി നിർമ്മാണ മേഖലകളിലെ തകർച്ചയും സാധാരണക്കാരായ പ്രവാസികളുടെ ജീവിതം ദുസ്സഹമാക്കുന്ന നികുതി പരിഷ്കാരങ്ങളും വരും വർഷങ്ങളിൽ ട്രംപ് ഭരണകൂടത്തിന് വലിയ വെല്ലുവിളിയാകും. അമേരിക്ക എന്ന സ്വപ്നഭൂമി വിദേശികൾക്ക് ഇനിയും അപ്രാപ്യമാകുമോ അതോ സാമ്പത്തിക തിരിച്ചടികൾ ഭയന്ന് ഭരണകൂടം നയങ്ങളിൽ മാറ്റം വരുത്തുമോ എന്ന് വരും മാസങ്ങളിൽ നമുക്ക് കാത്തിരുന്ന് കാണാം.